നമസ്കാരം, സജിൻ റാവ് ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് സ്പെയിനിലെ വാലൻസിയ എന്ന് പറയുന്ന നഗരത്തിലാണ്. അപ്പോൾ ഈ നഗരത്തിൽ നിന്നുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു കൂട്ടുകാരനുണ്ട്. ഗോവയിലാണ് പുള്ളിക്കാരൻ്റെ വീട്. പുള്ളിക്കാരൻ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എവിടുത്തെ ഒരു വലിയൊരു പാസ്ത മേക്കറൊക്കെയാണ്. പാസ്തയും പിന്നെ നമ്മുടെ പിസ്സ മേക്കറൊക്കെയാണ്. അപ്പം പുള്ളിക്കാരനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള യാത്രയിലൂടെ കൂടെ ഉള്ളത്. അപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് പോകുന്നത്. ദി ഓഷ്യനോഗ്രാഫിക്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ആ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു മോഡലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് എടുത്തു പറയേണ്ട സംഭവമാണ്. നമ്മൾ നേരിട്ട് കാണാൻ മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ നമുക്ക് ആ സ്ഥലത്തെത്തുമ്പം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ഡിസൈനിങ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വഴിയോരങ്ങളായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്, നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ബ്രിഡ്ജിൽ എത്തിച്ചേർന്നു. ഒരു മനോഹരമായ ഒരു നദി ഇതിൽ ഒഴുകുകയാണ്. അപ്പോൾ അതിൽ മനോഹരമായൊരു ബ്രിഡ്ജ്, പിന്നെ അതിൻ്റെ വഴിയോരങ്ങൾ എല്ലാം വളരെ മികച്ചതായിരുന്നു. പിന്നെ ഈ നദി തന്നെ നല്ല കുറച്ച് മാലിന്യങ്ങൾ ഞാൻ സൈഡിൽ കണ്ടു. പക്ഷെ എന്നിരുന്നാലും ഏറെക്കുറെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഇതിൻ്റെ രണ്ട് വശങ്ങളും കെട്ടി നമ്മുടെ ഈ ചാനലൊക്കെ ഒഴുകുന്നത് പോലെ വളരെ മനോഹരമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതേപോലെ ചെറിയൊരു കുറച്ച് ചവറൊക്കെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ, മൊത്തം ചവറാണ്. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പം വളരെ മനോഹരമായിട്ട് അവർ സന്ദർശിച്ചു പോകുന്നു. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഈ സ്ഥലങ്ങളിൽ കുറേ ഫാക്ടറികളും പിന്നെ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും പിന്നെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു വഴി കൂടെ നടന്ന് വേണം നമുക്കിനി ആ ഒരു സിറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. എന്തായാലും ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മുടെ വാലൻസിയയിൽ വരുമ്പം എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ യൂറോപ്യൻ യാത്രയിലൊക്കെ നമ്മുടെ സ്പെയിനിലെ വാലൻസിയയിലൊക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം അത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇതൊരിക്കലും മിസ്സാക്കരുത്. കാരണം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. എനിക്കും ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി എന്നാണ് വിശ്വസിക്കാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും വളരെ മനോഹരമായ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഒരു യാത്രയ്ക്കുള്ള ഒരു സന്തോഷം എന്ന് പറയാൻ. പിന്നെ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താം. എല്ലാം കൊണ്ടും വളരെ സന്തോഷം. പിന്നെ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ വളരെ മനോഹരമായൊരു ബിൽഡിങ്ങാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് തരിശ് ഭൂമിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. യൂറോപ്പിലൊക്കെ ഈ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയൊക്കെ നമുക്ക് വളരെ കുറച്ചായിട്ട് കാണാൻ പറ്റും. കാരണം അവർ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും അതിനെ അടിപൊളിയാക്കി എടുക്കും. ഒരു ഗാർഡനെങ്കിലും ആക്കി എടുക്കും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ലോക്കൽ ട്രെയിനൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ബോഗിയൊക്കെ കുറവാണ്. ഇവിടുത്തെ ട്രെയിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇഷ്ടംപോലെ ബോഗിയൊന്നുമില്ല. അതേപോലെ എപ്പോഴെപ്പോഴും ട്രെയിനുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഈ ഒരു ഭാഗത്ത്. എനിക്കിനി ഈ ഒരു പടിക്കെട്ടുകൾ കയറി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോകുമ്പം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമുക്ക് പോകാൻ കാണാം. എന്തായാലും ഇവിടുത്തെ പടിക്കെട്ടുകളെല്ലാം വളരെ മനോഹരം. ഈ തടികൾ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയാണ് കാണാൻ. നമ്മൾ ഈ സംഭവം നേരെ കയറി പോകുന്നത് ഇവിടുത്തെ ഒരു ട്രാം ഓടുന്ന ട്രാക്കിലേക്കാണ്. നമ്മളിപ്പോൾ ഈ പച്ചയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുല്ലെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പുല്ലല്ല, നമ്മുടെ ഈ പ്ലാസ്റ്റിക് പുല്ലുണ്ടല്ലോ, നമ്മുടെ ഈ മാറ്റ് പോലെ, അതിനെ കട്ട് ചെയ്ത് അവർ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ ഇരിക്കും. അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ട്രാം ഓടുന്ന ട്രാക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജപ്പാനിലും നമ്മുടെ ഏഷ്യയിലും യൂറോപ്പിലും കണ്ടിട്ടുണ്ട് ട്രാമൊക്കെ ഓടുന്നത്. പക്ഷേ ഇത്രയും വളരെ മനോഹരമായ ട്രാം ഓടുന്നത് ഇത്രയും വലിയ ട്രാക്കിലൂടെ, കിടിലൻ ട്രാക്കിലൂടെ, അതെവിടെയാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള ട്രാം? അത് ഞാൻ യൂറോപ്പിൽ ഈ വാലൻസിയയിലാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഫ്രാൻസിലെ ട്രാം വരെ കണ്ടു. പക്ഷേ
അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ട്രാമിന് വേണ്ടി മാത്രം ഓടാൻ വേണ്ടി ഒരു ട്രാക്ക് ഒരുക്കിയിരിക്കുകയാണ്. അതൊരു സ്പെഷ്യൽ സ്ഥലത്ത് ഒരു ബ്രിഡ്ജ് പോലെ കെട്ടി അവർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഫുള്ളിങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് പുല്ലുകൾ കൊണ്ട് ഇങ്ങനെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഒരു മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു യൂറോപ്യൻ, ഞാൻ ഇത്ര ദിവസം കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു ട്രാം ഓടുന്നൊരു സ്ഥലം അത് വാലൻസിയയിലാണ്. ഇപ്പോൾ യൂറോപ്പായാലും ഏഷ്യയിലായാലും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെയാണ് മെയിനായിട്ട് ഇത് ഓടിപ്പോകുന്നത്. പക്ഷേ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ട്രാക്ക് തന്നെ, ഒരു പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാനും ഇരു സൈഡിൽ കൂടെ നടക്കാം. പക്ഷേ അത് ഒരു സൈഡിൽ കൂടെ ഈ സൈക്കിൾ ട്രാക്ക് കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരം, അത് എടുത്തു പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു സിറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ, നമ്മളിപ്പോൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ തോന്നുന്ന ഒരു ബിൽഡിങ്ങാണ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ. ഇവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്, അതിൽ പലതും പല മോഡലാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാനും അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇഷ്ടംപോലെ തിരക്കാണ്, അവിടെ നല്ല തിരക്കുണ്ട്. അപ്പം ഞാനും ആ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ദി ഓഷ്യനോഗ്രാഫിക്, അല്ലെങ്കിൽ നമുക്ക് സമുദ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പം ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പതുക്കെ നൈസായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം എവിടെ നമ്മുടെ എയർപോർട്ടിൽ കാണുന്ന പോലെ തന്നെ ക്യൂ ആണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അവർ ഒരു തിരക്കിൻ്റെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ടിക്കറ്റ് റേറ്റ് നോക്കിയതോടെ തന്നെ എനിക്ക് സമാധാനമായി. എന്തായാലും കയറാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. കാരണം 40 യൂറോയാണ് ഇവിടുത്തെ ടിക്കറ്റ്. 40 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നല്ല ഒരു എമൗണ്ട് വരും. ആ 40 യൂറോ വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ സിറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റില്ല എന്ന് എനിക്ക് വളരെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ മാപ്പ് ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ പോയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകൾ മാത്രം കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മായാജാലം അതൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം 40 യൂറോയാണ് ഇവിടുത്തെ ടിക്കറ്റ്. എൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് അത് കാണാൻ ടിക്കറ്റ് എടുക്കാം, പക്ഷേ എനിക്കത് കാണേണ്ട സമയമില്ല. കാരണം ഏകദേശം നമുക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഏകദേശം നമുക്കിത് കണ്ടു തീരാൻ സാധിക്കുള്ളൂ. അത്രയ്ക്കും ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാപ്പ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തുള്ള അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലൊക്കെ ഇതൊരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ആ ഒരു സംഭവമാണ്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും നമ്മൾ എന്തായാലും ഇവിടെ വന്നത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാണ് ഞാനും അവനും ഇരിക്കുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തുകൂടെ ഇതിൻ്റെ കാഴ്ചകൾ എന്തായാലും ഇത് ഷൂട്ട് ചെയ്ത് അത് കാണണം. ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും അവനും കൂടെ ഇതിൻ്റെ ചെറിയ ക്ലിപ്പൊക്കെ നമുക്ക് അതൊന്ന് എടുത്ത് നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങി ഇതിൻ്റെ മനോഹരമായ വ്യൂ നമുക്ക് പല ഭാഗത്തും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇവിടുത്തെ ആ കെട്ടിടങ്ങൾ വളരെ മനോഹരം എന്ന് വേണം പറയാൻ. കാരണം യൂറോപ്യൻ കൺട്രിയിൽ ഇത്രയും മനോഹരമായ ഒരു എന്താ പറയുക ഒരു മോഡലും നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ കാണുമ്പോഴൊക്കെ അറിയാം. പിന്നെ ഇത് ചെയ്തിരിക്കുന്ന വർക്ക് എല്ലാം എടുത്തു പറയുന്ന സംഭവമാണ്. ആ ഡിസൈനിങ്ങും എല്ലാം. എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ പുറത്തിറങ്ങി നമ്മളിനി ഈ വഴിയോരങ്ങളിൽ ഇതിങ്ങനെ ഒരു ഏകദേശം 1,10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഈ ഒരു ആർട്സ് ആൻഡ് സയൻസിന്. അപ്പം പല ബിൽഡിങ്ങും പല സ്ഥലത്താണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്ന് പോകുമ്പം ഇത് ഫുള്ളിങ്ങനെ കവർ ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഫുള്ള് ഇതിൻ്റെ അണ്ടർ പാസേജും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കെന്നാൽ ടിക്കറ്റ് ഇല്ല. അതുകൊണ്ട് റോഡ് സൈഡിൽ കൂടെ പോയി ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ഞാൻ പറയില്ലേ, ഇതൊക്കെ ഓരോ ബിൽഡിങ്ങുകളാണ്, എടുത്തു പറയേണ്ട സംഭവങ്ങളാണ്. ഇത് നമുക്കെന്തായാലും ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ കൂടെ നമ്മൾ ഈ ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് ഇത് നോക്കണം. കാരണം ഇതുണ്ടാക്കിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വാസ്തുശില്പിയായ ഫെലിക്സ് കാൻഡോലയും സ്ട്രക്ചറൽ എഞ്ചിനീയർമാരായ ആൽബർട്ടോ ഡൊമിംഗോയും കാർലോസ് ലാസറോയും ചേർന്നാണ് ഈ ഒരു സിറ്റി ഓഫ് ആർട്സ് ആൻഡ് സയൻസിനെ രൂപകൽപ്പന ചെയ്തത്. 2003 ഫെബ്രുവരി 14 ഈ ഒരു മഹാ അത്ഭുതം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. 1,10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഈ ഒരു അത്ഭുത നിർമ്മിതിക്ക്. യൂറോപ്പിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത്രയും എക്സ്പെൻസീവായിട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്. കാരണം ഈ ഒരു മഹാ അത്ഭുതം ചെയ്യണമെങ്കിൽ തന്നെ കോടികൾ വേണം. അപ്പം അത്രയും കോടികൾ ചിലവഴിച്ച് ഈ ഒരു സംഭവം ചെയ്തത് അത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രത്യേകത നിറഞ്ഞാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് 7 കോടി ലിറ്റർ സമുദ്ര ടാങ്കുണ്ട്. അപ്പോൾ അതിൽ വസിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ സ്രാവുകൾ, കിരണങ്ങൾ, മറ്റ് മത്സ്യങ്ങൾ,
പെൻഗിൻ, ഡോൾഫിന്, കടൽ സിംഹങ്ങൾ, തിമിംഗലങ്ങൾ, ഉരകങ്ങൾ, വാൾറസ്സുകൾ, അകശേരുക്കൾ, പിന്നെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള 45,000-ത്തിലധികം മൃഗങ്ങൾ ഇതിനകത്ത് വസിക്കുന്നുണ്ട്. പിന്നെ പക്ഷികൾ, അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അത്ഭുത ലോകമാണ് ഇതിനകത്ത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് എടുത്ത് മസ്റ്റായിട്ട് നമ്മൾ കയറി കാണേണ്ട സംഭവമാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു മോഡലൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇത്രയും ഭംഗിയായിട്ടൊക്കെ എങ്ങനെ ഇവർക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്ത ഇവരൊക്കെ സമ്മതിക്കണം. ആ ഒരു സംഭവം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇതിനകത്തുള്ള മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾക്കും ഈ മൃഗങ്ങൾക്കും ഇവയെല്ലാം ഭൂമിയിലെ പ്രധാന ആവാസ വ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന ഒരു 9 തട്ടുകളുള്ള വെള്ളത്തിനടിയിലുള്ള ഗോപുരങ്ങളിലാണ് ഇത് മെയിനായിട്ട് വസിക്കുന്നത്. ലാമൽവ റോസ ബീച്ചിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കടൽ വെള്ളമാണ് ഈ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ബീച്ചിൽ നിന്നാണ് മെയിനായിട്ട് ഈ ഒരു അക്വേറിയത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പിന്നെ പാർക്കിനെ 10 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിങ്ങനെ വിസ്തീർണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ബിൽഡിങ്ങും ഓരോരോ മോഡലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇത്രയും സ്ഥലം കവർ ചെയ്ത് കാണണം. ഇതിനകത്തൊക്കെ എല്ലാം ഒരു മായാലോകം പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് എടുത്ത് നോക്കിയാലേ നമുക്ക് ഇതിനകത്തുള്ള മായാലോകങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇതിനെ ഒരു 10 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സമുദ്ര പ്രദേശങ്ങൾ, മെഡിറ്ററേനിയൻ, പിന്നെ ആവാസ വ്യവസ്ഥകൾ, ആർട്ടിക് സമുദ്രം, ആർട്ടിക് ദ്വീപുകൾ, ഉഷ്ണമേഖലാ പ്രദേശം, ശീതോഷ്ണ സമുദ്രങ്ങൾ, ചെങ്കടൽ എന്നിങ്ങനെ 10 ആയിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡോൾഫിൻ അക്വേറിയം, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ഒരു പിന്നെ ഒരു 80-ലധികം വ്യത്യസ്ത ഇനം സസ്യങ്ങളുള്ള ഒരു പൂന്തോട്ടം, പിന്നെ ഇതിനകത്തൊരു പാർക്ക്. എല്ലാം കൂടെ ഒരു അത്ഭുത ഒരു ലോകമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ ഒരു പാർക്കാണ് എന്ന് വെച്ചാൽ ഒരു ഫുള്ള് വ്യത്യസ്തമായിട്ടൊരു ഇനങ്ങൾ ഉള്ള ചെടികളുള്ള ഒരു പാർക്കാണ്. പിന്നെ ഇതിന് പുറമേ ഒരു പാർക്കുണ്ട്. എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആയാലും അവരെ ഒരു മോഡൽ ഇടല് എല്ലാം വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ബിൽഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. കാരണം ആൾക്കാരെ മൊത്തത്തിൽ വലിച്ചെടുക്കുന്ന രീതിയിലാണ് അവർ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാൻഡലയുടെ നോർത്ത് ഷെൽ മേൽക്കൂരകൾ 1997 87-ാം വയസ്സിൽ പ്രശസ്ത വാസ്തുശില്പിയായ ഫെലിക്സ് കാൻഡലോയും ഘടനാപരമായ എഞ്ചിനീയർമാരായ ആൽബർട്ടോ ഡൊമിംഗോയും കാർലസോയും ചേർന്നാണ് ഉരുക്ക് ഫൈബർ ഉറപ്പിച്ച കോൺക്രീറ്റ് നേർത്ത ഷെൽ ഘടന ഉപയോഗിച്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേൽക്കൂരകൾ നമ്മുടെ ഒരു കോൺക്രീറ്റും പിന്നെ ഒരു ഫൈബറും കൂടെയുള്ള ഒരു സംഭവമാണ്. ഈ രണ്ടും കൂടെ ചേർന്നാണ് ഇതിൻ്റെ മേൽക്കൂരകളായാലും എല്ലാം കൂടെ ചെയ്തിരിക്കുന്നത്. പിന്നെ മേൽക്കൂരയുടെ വികൃതമായ ഫൈബർ പാരാബോള ആകൃതി മെക്സിക്കോ സിറ്റിയിലെ ലോസ് മാൻഡിയോൾസിൽ റെസ്റ്റോറൻറ്റിനെ അനുസ്മരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെക്സിക്കോയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മോഡലൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന ബിൽഡിങ്ങാണ്. ഇതൊരു നമ്മുടെ നാട്ടിലെ ഹെൽമെറ്റ് പോലെ ഇരിക്കും, കണ്ടില്ലേ? നമ്മുടെ സ്റ്റഡ്സിൻ്റെ ഇപ്പോഴത്തെ കിടിലൻ ഹെൽമെറ്റൊക്കെ ഉണ്ട്, അല്ലെ നമ്മളെ ബോൾട്ടിൻ്റെ ഇങ്ങനത്തെ കിടിലൻ ഹെൽമെറ്റുണ്ട്. ആ ഒരു ഹെൽമെറ്റിൻ്റെ അതേ മോഡലാണ് ഈ ഒരു ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈനൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത്രയും ഭംഗിയായിട്ടൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ഈ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അടിപൊളി, ഒരു രക്ഷയില്ല. കാരണം എന്തു പറയാൻ, ഇതൊരു വേറെ ലോകം. ഈ 1,10,000 ചതുരശ്ര വിസ്തൃതിയുള്ള ഈ സ്ഥലം ഇതൊരു വേറൊരു ലോകം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺക്രീറ്റും ഫൈബറും കൊണ്ടുള്ള ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു കെട്ടിടത്തിൻ്റെ ഫുൾ പിടുത്തം മേൽക്കൂറിലോട്ട് പോകുന്നത്,
അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ തറയിൽ നിന്നാണ്. കണ്ടോ എത്രയും മനോഹരമായിട്ട് നമ്മുടെ ഒരു ഹെൽമെറ്റ് തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മോഡലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എത്ര ഭംഗിയല്ലേ, എന്തു പറയാം, ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഫുള്ള് ഈ റെസ്റ്റോറൻറ്റും ഈ സ്വിമ്മിംഗ് പൂൾ പോലെ ഇങ്ങനെ കെട്ടി നിരത്തിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ നടുക്ക് തന്നെ ഓരോരോ ഈ മരങ്ങളിങ്ങനെ കറക്റ്റ് റൗണ്ട് ചെയ്ത് നട്ടു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് പാർക്കാണ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് ഫുള്ള് പാർക്കാണ്. അപ്പം ഞാൻ ഇനി പോകുന്നത് താഴേക്കാണ്. നമ്മൾ താഴേക്ക് ഇനി ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് ആ ഒരു കാഴ്ചകളൊക്കെ എടുക്കുക. നമ്മളിപ്പോൾ വന്നതിങ്ങനെ മുകളിൽ കൂടെ വന്ന് അടുത്തിന് താഴെ കൂടെ പോയിട്ട് തിരിച്ച് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരം. ഈ ബിൽഡിങ്ങൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷേ ആഴമില്ല. നമ്മളിങ്ങനെ കുളിക്കാനൊന്നുമല്ല ഈ സ്വിമ്മിംഗ് പൂൾ, ഇതൊരു മോഡലായിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു ഫുള്ള് കടൽ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറഞ്ഞ അനുസരിച്ച് ഇത് ഫുള്ള് കടൽ പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ആ ഒരു മാർബിളിൽ ആ ഒരു ഇരിക്കേണ്ട സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നു. പിന്നെ പല പല റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാം ഇതിൻ്റെ കൂടെ തന്നെ. ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. അങ്ങനെ ആൾക്കാരെ ആകർഷിക്കുന്ന എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങളിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ ഈ കടലിലൊക്കെ ഒറ്റപ്പെട്ട ദ്വീപുകൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുത്തതെന്ന് എനിക്കറിയത്തില്ല, അത്രയും വളരെ മനോഹരം. പിന്നെ നമ്മളിപ്പോൾ നടക്കുന്നത് ഫുള്ള് ഈ ഒരു മാർബിളിൻ്റെ ഒരു കലവറ എന്നാണ് പറയാം, ആ ഒരു സംഭവം. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുള്ള് ഒരു ഡിസൈൻ നോക്കിയേക്കും, ഒരു രക്ഷയില്ല. ഇതെങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അത്രയും വളരെ ഭംഗിയായിട്ട് എത്ര മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസം തന്നെ 1,00,000 ആൾക്കാരെങ്കിലും ഇവിടെ വരുന്നു. അത്രയും നല്ല തിരക്കുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു അത്ഭുതം സംഭവം പുറത്തുനിന്നും അകത്തുനിന്നും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കയറാത്തത്. പിന്നെ പൈസയുടെ ഒരു ഇതുള്ളതുകൊണ്ട് 2 സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കയറാത്തത്. എന്തായാലും ഇത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഇതിനകമൊക്കെ വേറെ ലെവലായിരിക്കും, ഒരു രക്ഷയില്ല. ഫുള്ള് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാം. എന്തായാലും എനിക്ക് ആ ഒരു ബിൽഡിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു ഹെൽമെറ്റിൻ്റെ മോഡൽ. ബാക്കിയുള്ള കഴിഞ്ഞാൽ എല്ലാം കിടിലമാണ്, പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ ഒരു ബിൽഡിങ് കുറച്ചുകൂടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളെന്താ പറയുക, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മോഡൽ, ഒരു ബിൽഡിങ്ങൊക്കെ നമ്മളിങ്ങനെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഇതൊക്കെ ഫുൾ പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇതിനേക്കാളും വലിയൊരു സംഭവം. അവരൊക്കെ തലകളപ്പോൾ ആലോചിച്ച് പോകണം. അപ്പോൾ നമുക്കെന്തായാലും ഇനി കുറച്ച് സ്ഥലങ്ങളുള്ളൂ ഇത് കവർ ചെയ്ത് കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഇതിനകത്തുകൂടെ ഒന്ന് കയറി പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും എന്തു പറയാൻ, ഒരു രക്ഷയില്ല. നമ്മൾ പുറത്ത് നോക്കാൻ ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ നടക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഫുള്ള് അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല പല ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ ബിൽഡിങ്ങുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മുകളിൽ കൂടെ അല്ല, എല്ലാം അണ്ടർ പാസേജാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത ഒരു ബിൽഡിങ്ങിനകത്തൂടെ കയറി പല പല ബിൽഡിങ്ങിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്താണ് നമ്മൾ എക്സിറ്റിലേക്ക് പോകുന്നത്. അല്ല, ഇത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ പുറത്തുകൂടെ നമ്മൾ നടന്ന് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മൾ കാണണമെങ്കിൽ ഇതിൻ്റെ അടിയിലാണ് മെയിൻ സംഭവം. ഈ ബിൽഡിങ്ങിനകത്തൂടെ നമ്മൾ കയറിയാൽ മാത്രമേ നമുക്ക് ഫുള്ള് സംഭവങ്ങൾ കാണാൻ പറ്റൂ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഫുള്ള് റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റൊക്കെയാണ് ഇവിടെ. 1-2 അടിപൊളി റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടു ഇവിടെ. എന്തായാലും ഇത്രയും നല്ലൊരു ആംബിയൻസിൽ നമ്മൾ വേറൊരു ലോകത്ത്, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പെയിനിൽ വേറൊരു ലോകത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ് ഈ അകത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അടിപൊളി. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പം വേറെ ലെവല്. ഈ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, ഈ ഒരു ഇവർ ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നതാണ്. വേറെ ലെവലായിട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. എടുത്തു പറയേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഇതിനകത്തൂടെ നമ്മൾ സൈക്ലിംഗ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് നടന്നും സൈക്ലിംഗ് ചെയ്തും അങ്ങനെ ഫുള്ള് കാണേണ്ട ഒരു സംഭവമാണ്. എന്തായാലും എനിക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റി. ഇപ്പം നിങ്ങൾക്കും ഈ ഒരു വെലൻസിയയിലെ ഈ ഒരു ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിയം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഇനിയും ഇതിലും മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.